ലോകത്ത് ഒരുപാട് പേരുടെ ആത്മഹത്യക്ക് കാരണമായിട്ടുള്ള ഒരുപാട് വ്യക്തികൾക്ക് ഉദാഹരണമായിട്ടുള്ള ഒരാളെയാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അതെങ്ങനെയെന്നല്ലേ ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടോളൂ. ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ പറഞ്ഞേക്കാം ഭയങ്കര ഓവർ തിങ്കിങ് ആണ്, ഭയങ്കര ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇതൊക്കെ കുറെ പുതിയ വേർഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചുമകളിലേക്ക് വരും പണ്ടത്തെ പത്ത് തന്നെ ഡിപ്രഷൻ പുതിയ പേര് അതൊക്കെ വരാൻ കാരണം എന്താ അറിയോ? പണിയൊന്നും കേട്ടില്ലേ? ഒന്ന്, മാനസിക പ്രശ്നങ്ങളെ ഭ്രാന്ത് എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് കക്ക കക്ക എന്ന് പറഞ്ഞ് ചീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്? ഇവരെ പോലുള്ള ആളുകളെ പേടിച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള മെന്റൽ സ്ട്രെസ്സും ഡിപ്രഷനും അനുഭവിക്കുന്ന ആളുകൾ പുറത്തു പറയാനും ട്രീറ്റ്മെന്റ് തേടാനും മടിക്കും. ഇനി ഇങ്ങനെ പറയിപ്പിക്കുന്ന ഇവരുടെ അൾട്ടിമേറ്റ് ഡ്രൈവ് എന്താണ്? ഇവർ വിചാരിക്കുന്നത് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്, മെന്റൽ ഹെൽത്ത് റിസർച്ച് എന്നൊക്കെ പറയുന്നത് കവലയിലിരുന്ന് ചായക്കടയിലിരുന്ന് കിണുത്തുന്ന പോലെ എളുപ്പമുള്ള പരിപാടിയാണെന്നാണ്. എന്നാലല്ല. ഒരുപാട് വിവരവും വെള്ളിയാഴ്ചയുമുള്ള സയന്റിസ്റ്റുകളും ഡോക്ടർമാരും ചേർന്ന് നടത്തുന്ന പ്രോപ്പർ ആയിട്ടുള്ള റിസർച്ച് ഉണ്ട് മെന്റൽ ഹെൽത്തിന്റെ പുറകിൽ. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണൽ ആയിട്ടുള്ള മാറ്റങ്ങൾ, നമ്മൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ ഡിപ്രഷൻ, ആങ്സൈറ്റി, മൂഡ് സ്വിങ്സ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇവരെ പോലുള്ള കുറെ പേരുടെ വിചാരം ഇത് പണിയെടുക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണെന്നാണ്. ശുദ്ധ മണ്ടത്തരമാണ്. ഇനി ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ വിളിച്ചു പറയലും പൊതുവേദിയിൽ ഇത് പറഞ്ഞാൽ കിട്ടുന്ന ഈ കക്ക ചിരിയും അതിനുള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ഈ പരിപാടി കാരണം ഈ തരത്തിലുള്ള ഏതെങ്കിലും പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾ ഇവർ കളിയാക്കപ്പെടും എന്ന് ഭയന്നിട്ട് പുറത്തു പറയാതിരിക്കുമ്പോൾ ട്രീറ്റ്മെന്റ് കിട്ടാതിരുന്ന് ഇത് കൂടുതൽ മുന്നോട്ട് പോയി വഷളാവുകയാണ് ചെയ്യുക. അതായത് അവരുടെ മെന്റൽ ഹെൽത്ത് പ്രോപ്പറായിട്ട് വഷളായി അവർക്ക് മുന്നോട്ടൊരു ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റാതായി ആത്മഹത്യയിലേക്ക് വരുത്തും. അപ്പോൾ ഒരുപാട് പേരുടെ മരണത്തിന് കാരണമാകുന്ന ഒരു തമാശയാണ് ഇവർക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ദയവേത് ഇമാതിരി തോന്നിവാസത്തെ ആരും മോട്ടിവേറ്റ് ചെയ്യരുത്, പ്രോത്സാഹിപ്പിക്കരുത്, സപ്പോർട്ട് ചെയ്യരുത്. കാരണം ഇനിയും ആളുകളുണ്ട് ഇതൊക്കെ അനുഭവിക്കുന്നവർ, സ്വന്തം തൊഴിൽ മേഖലയിൽ പിടിച്ചേക്കാൻ ബുദ്ധിമുട്ടുന്നവർ, കുടുംബ ബന്ധങ്ങളിൽ പിടിച്ചേക്കാൻ ബുദ്ധിമുട്ടുന്നവർ, ഇവർക്കൊക്കെ മൂഡ് സ്വിങ്സ് വരാം. ഇനി ഇതൊന്നുമില്ലെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളവർക്കും ഒക്കെ ഈ പറഞ്ഞ മാറ്റങ്ങൾ ഉണ്ടാവാം. ഇതിനെക്കുറിച്ചൊക്കെ ഒരു അല്പം കൂടി ഒന്ന്, അറ്റ്ലീസ്റ്റ് ഞാനൊരു സാധാരണക്കാരനാണ്, അപ്പൊ നമുക്കൊക്കെ അറിയുന്ന അത്രയെങ്കിലും ഒക്കെ അറിഞ്ഞിട്ട് വേണം ഒരു 10-15,000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ കാണുന്ന ചാനലിൽ വന്നിട്ട് ഇങ്ങനെ കിണത്താൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദിയില്ല, നമസ്കാരമില്ല.